ഓഫ് ലൈഫ് ജീവവൃക്ഷം പാർട്ട് 4. ജീവവൃക്ഷത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. ജീവവൃക്ഷം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ വേണോ അതോ നിൻ്റെ സ്വന്തം കഴിവിലുള്ള കാര്യങ്ങൾ നേടണം? ഇതായിരുന്നു ചോയ്സ്. ലവ് നെവർ ഫോഴ്സസ് അസ് ടു ഡു തിങ്സ്. അതായത് സ്നേഹം, ഉത്തമമായ സ്നേഹം, വിശുദ്ധ സ്നേഹം അടിച്ചേൽപ്പിക്കൂല ആരെയും. അതാണ് പറഞ്ഞില്ലേ, ഉത്തമഗീതത്തിനുണ്ടല്ലോ, എത്ര കാശ് കൊടുത്താലും നിങ്ങൾക്ക് സ്നേഹം വാങ്ങിക്കാനൊക്കത്തില്ല കാശ് കൊണ്ട്. അത് ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി, ആ സ്നേഹം യേശുവിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാവുന്ന ദൈവം യേശുവാണ്, വേറെ ആരിലും ആ സ്നേഹമില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രതീകമാണ് അമ്മമാരിലുള്ള സ്നേഹം. പക്ഷെ ഒന്ന് ഓർക്കണം, അമ്മമാരിലുള്ള സ്നേഹവും ഇപ്പം കളങ്കമായി മാറുന്നുണ്ട്. വിശുദ്ധ സ്നേഹമുള്ളവർ കുറവായി മാറുന്നു. കാരണം ലോകത്തിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ അവർക്ക് ശരിയായ പഠിപ്പീരില്ലാത്തതിനാൽ അവർ തെറ്റിപ്പോകുന്നു. എന്നാൽ നല്ല കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചെടുത്ത് അമ്മമാർ ഉറച്ചു നിൽക്കുന്നത് കാണാം. അവരുടെ അമ്മമാരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മദേഴ്സ് ആർ ദ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ഗിവിങ് ദ റൈറ്റ് ഡിറക്ഷൻ. അമ്മമാരാണ് ഈ സത്യങ്ങൾ പഠിപ്പിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത്. സ്നേഹത്തിൻ്റെ സ്വഭാവം, അതായത് നമ്മളെ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല. സ്നേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ശരിയായിട്ട് ഉപയോഗിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുക. ദൈവം ആഗ്രഹിക്കുന്നു. മാൻ വാസ് നെവർ മെയ്ഡ് ടു ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ഡിവൈൻ ലൈഫ്. അതായത് ദൈവമില്ലാതെ തന്നെത്താനെ ജീവിക്കണമെന്ന് ദൈവം ഒരിക്കലും മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ചില്ലെന്ന്. അപ്പോൾ നമ്മളതിൽ അയ്യോ എൻ്റെ മക്കൾ, എൻ്റെ മോളെ ദൂരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഇപ്പോൾ ഒന്ന് കാണാൻ പോലും ഒക്കുന്നില്ല പറയാറില്ലേ. കാരണം നമ്മൾ ഉദ്ദേശിച്ചതല്ല അവരത്രയും ദൂരെ പോകുന്നു. പക്ഷെ കാലങ്ങൾ മാറി, ഭൂമി ചെറുതായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പഠിത്തം കൂടിയിട്ട് പിള്ളേരെല്ലാം അവരുടെ ജീവിതത്തിനൊന്നും പിന്നെ കാണാൻ പോലും വയ്യ. അങ്ങനെയുള്ള സ്ഥിതിയിൽ ദൈവം അതുതന്നെയാണ് പറയുന്നത്, എൻ്റെ അടുക്കൽ തന്നെ ഇവരെന്നും കഴിയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ നന്മതിന്മയുടെ സ്വന്തം കഴിവിൽ അവർ സ്വന്തം കഴിവിൽ കാര്യങ്ങൾ നേടാൻ പഠിച്ചതോടുകൂടി എന്നോട് അവരൊന്നും ചോദിക്കുക പോലും ഇല്ല. ദൈവം അടുത്ത് നിൽപ്പുണ്ട്, പക്ഷെ ചോദിക്കത്തില്ല. ചോദിക്കണമെങ്കിൽ ഹൃദയം തുറക്കണം, 2 വിനയം വേണം. അപ്പോൾ കർത്താവ് പറയുന്നത് മാൻ വാസ് നെവർ മെയ്ഡ് ടു ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി. ഒരിക്കലും അവൻ തന്നെത്താനെ തീരുമാനം എടുക്കാനല്ല, ദൈവം പറയുന്നത് ചെയ്യാനാണ് സൃഷ്ടിച്ചത്. അപ്പം വിസ്ഡം വിത്തൗട്ട് ഗോഡ്, ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ജ്ഞാനമുണ്ട്, ദൈവമില്ല. നോളജ് വിത്തൗട്ട് യൂണിയൻ, അറിവുണ്ട്, അകൽച്ചയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവവുമായിട്ടൊരു യൂണിയനൊന്നും ഇല്ല. അതുപോലെയല്ലേ ഹെവൻ റിവീൽസ്, അവെയർനെസ് വിത്തൗട്ട് ലൈഫ്. എല്ലാം എനിക്കറിയാം, പക്ഷെ ജീവനില്ല. വലിയ പഠിത്തിട്ട് ഡോക്ടറേറ്റ് പഠിത്തുകൊണ്ട് തന്നെ, ഇതൊക്കെ വലിയൊരു ഡോക്ടറേറ്റ് പഠിച്ചാണ് അന്നത പഠിച്ചത്. ശരിയാ, പഠിച്ചത് നല്ലത് തന്നെ. എത്രയോ ഡോക്ടറേറ്റ് പഠിച്ചിട്ടുള്ളവരാണ് എത്തീസ്റ്റായിട്ട് ജീവിക്കുകയാണ്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ തിയോളജി പഠിപ്പിക്കുന്ന ആൾ എത്തീസ്റ്റ്, ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ. അപ്പം നോളജ് പഫ്സപ്പ്. നോളജ് എന്ന് പറയുന്നത് ഇങ്ങനെ വീർത്ത് ബലൂൺ പോലെ വീർക്കും, ഒരു സമയത്ത് അത് പൊട്ടും. സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഇവരെ അറിയത്ത് പോലും ഒരു കേട്ടത്തുമില്ല. അപ്പോൾ ഒത്തിരി പഠിച്ചു കൂട്ടി വെക്കുന്ന ഒരു പ്രവണത കാണുമ്പം പരിശുദ്ധാത്മാവിലല്ല ഇത് ചെയ്യുന്നത് എങ്കിൽ നീ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിന് പകരം നന്മതിന്മയുടെ ഫലമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം ഇതൊരു തന്നെയാകുന്ന ഒരു സ്റ്റേജിൽ ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല. സ്വർഗരാജ്യത്തിൽ നിൻ്റെ വില എത്രമാത്രം ഉണ്ട് കയറുമെന്ന് തന്നെ ആർക്കറിയാം. നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചുകൊണ്ടിരുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാതിരുന്നാൽ എങ്ങനെ നീ സ്വർഗത്തിൽ കയറും? ഇറ്റ്സ് ഇമ്പോസിബിൾ അല്ലേ? അപ്പോൾ നമ്മളോട് പറയുന്നത് ദൈവം നമുക്ക് ജ്ഞാനം തന്നിട്ടുണ്ട്, ഉയരത്തിലെ ജ്ഞാനം, അറിവും വിവേകവും ഒക്കെ തന്നിട്ടുണ്ട്. എന്തിനാ? ദൈവത്തെ അറിയുവാൻ, കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ. അപ്പം നമുക്ക് ഫെലോഷിപ്പ്, ഹെവൻ റിവീൽസ് ഡിപ്പെൻഡൻസി ഈ സ്ട്രെങ്ത്. അതായത് ആശ്രയിക്കുന്നതിലാണ് ബലം. അവൻ ആരിൽ? ആശ്രയത്തിലാണ് എൻ്റെ ബലം ഇരിക്കുന്നത്. ഞാൻ ആരിലാണ് ആശ്രയിക്കുന്നത്? എൻ്റെ ദൈവത്തിൽ. ആ ആശ്രയം നമ്മളെ ബലപ്പെടുത്തണം. ഞാൻ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കൻ അംബാസിഡർ എന്ന് പറഞ്ഞൊരു വിലയുണ്ട്. എന്നാൽ ഒരു പന്ന രാജ്യത്തിൻ്റെ അംബാസിഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലയുള്ളൂ. അതുപോലെ സ്വർഗരാജ്യത്തിൻ്റെ അംബാസിഡറാണ് ഞാൻ, ദൈവത്തിൻ്റെ
പൊന്നു മകളാണ് ഞാൻ. ഈ ഉന്നത പദവി വല്ലവരും പറഞ്ഞു തരത്തില്ല, അവനവൻ മനസ്സിലാക്കിയെടുക്കണം. വേദപുസ്തകം വ്യക്തമായിട്ട് നമുക്ക് ഈ അവകാശം ക്രിസ്തുവിൽ തന്നിരിക്കുകയാണ്. അപ്പം ഫെലോഷിപ്പ് കിട്ടുന്നു, ജീവൻ തരുന്നു, പുത്രത്വം തരുന്നു, കമ്മ്യൂണിയൻ തരുന്നു. ആരിൽ കൂടെ? ക്രിസ്തുവിൽ കൂടെ. അപ്പോൾ എവ്രി സിസ്റ്റം വിത്തൗട്ട് ഗോഡ് ബ്രിങ്സ് എക്സോഷൻ. ദൈവം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ ഒക്കത്തിനും വെറുതെ ക്ഷീണം മാത്രമേ അവസാനമുള്ളൂ. അവർ അധ്വാനിക്കേണ്ടതെല്ലാം അങ്ങ് അധ്വാനിക്കുന്നുണ്ട്, സങ്കടം തോന്നും. ഞാനെപ്പോഴും പറയും, ഞാൻ ചിലപ്പോൾ എൻ്റെ പിള്ളേരോടും പറയും, ഇത്രയും ആക്ടിവിറ്റീസ് ആവശ്യമുണ്ടോ? ഒരു സാബത്ത് റെസ്റ്റ് വേണ്ടേ? ഒരു റെസ്റ്റ് എടുക്കാൻ ഒരു ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കണ്ടേ? നിൻ്റെ ദേഹം ആത്മാവിനൊരു റെസ്റ്റ് കൊടുക്കണ്ടേ? കമ്പൽസറി ആയിട്ട് റെസ്റ്റ് കൊടുക്കണ്ടേ? കണ്ടിട്ടുണ്ടോ? നമ്മൾ നോക്കണം. ഇപ്പം ഞാൻ തന്നെ ഒത്തിരി റെക്കോർഡിങ് ഒന്നിച്ച് വരുമ്പോൾ കുറേ വായിക്കും. നമ്മൾ വായിച്ചിട്ട് ഒരു ലെവലാകുമ്പോൾ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഒന്നും വായിക്കത്തില്ല. ബിക്കോസ് എല്ലാം അടുക്കും ചിട്ടയായിട്ട് ഓർമ്മയ്ക്കകത്ത് വന്ന് വെച്ച് പിന്നെ ഒരു ദിവസം റെസ്റ്റാണ് ബ്രെയിനിന്, ശരീരത്തിന് റെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് ഫ്രഷായിട്ട് പറയുന്ന പോലെ കൃപ നമുക്ക് തരും. അപ്പം നമുക്കൊരു സാബത്ത് റെസ്റ്റ് അല്ലെങ്കിൽ ഒരു വെർച്വലി ഒരു റെസ്റ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. മോഡേൺ വേൾഡ് സെലിബ്രേറ്റ് സെൽഫ് സഫിഷ്യൻസി. അതായത് ഞാനെന്ന ഭാവത്തിൽ നേടുന്നതിനാണ് ഇപ്പോഴത്തെ കാലത്തെ എൻ്റെ കാറ് കണ്ടോ, എൻ്റെ വീട് കണ്ടോ, എൻ്റെ ഡിഗ്രി കണ്ടോ, എല്ലാം എൻ്റേതാണ്. ഞാനെന്ന ഭവനം ഞാനെന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലെങ്കിൽ അവിടെയൊന്നും ആരും നമ്മളെ കയറ്റൂല. ഈ ലോക ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കി വെച്ച് ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കും നമ്മുടെ അധ്വാനത്തിനും സ്വർഗരാജ്യത്തിലും ഭൂമിയിലും ബല വരും. അപ്പോൾ ത്രൂ ക്രൈസ്റ്റ് കമ്മ്യൂണിയൻ ഹാസ് റിട്ടേൺ. കമ്മ്യൂണിയൻ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധമാണ്. പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധം കമ്മ്യൂണിയനിൽ കൂടെ തിരിച്ചു തന്നു. അപ്പോൾ ഞാനും ദൈവവും അടുത്തായി മാറി. ദൈവം ദൂരെയുള്ള ദൈവം അല്ലിപ്പം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ വസിക്കുന്നു. പരിശുദ്ധാത്മാ സർവ്വവ്യാപി എന്ന് പറയുമ്പം പരിശുദ്ധാത്മാ ഇവിടെയുണ്ട്, സ്വർഗത്തിലുമുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം അപ്പോഴേ തന്നെ പിതാവിനെ അറിയിക്കാൻ പരിശുദ്ധാത്മാവിനെ അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഉത്തരം തരുമെന്ന് പറയുന്നത്. സ്പിരിച്വലി നമ്മൾ പറയുന്ന ഓരോ പ്രെയർ റിക്വസ്റ്റിനും കർത്താവ് അന്നേരം തന്നെ ഉത്തരം തരുന്നുണ്ട്. അപ്പോൾ റെവലേഷൻ ഫീസ്റ്റായിട്ട് കമ്മ്യൂണിനെ കാണണം. അതായത് ഗീവ്സ് ക്രൈസ്റ്റ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്വത്തെ പ്രാപിച്ചെടുക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിയൻ എടുക്കാൻ പോകുന്നത് സന്തോഷത്തോടാണ്. പാപമെല്ലാം പരിഹരിച്ചെന്നേ ക്രൂശൽ. അത് അനുദപിച്ചപ്പോൾ ഏറ്റെടുത്തപ്പോൾ ലഭിച്ചു. പിന്നെ പാപം ഇല്ലാത്ത സ്റ്റേജിൽ പോയി വാങ്ങിച്ചെടുക്കാനാണ്. ഈ പാപിയായിട്ടുള്ള വ്യക്തി അല്ല പിന്നെ കമ്മ്യൂണിയൻ എടുക്കുന്നത്, ഒരു രൂപാന്തരം വന്ന വ്യക്തിയാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്, ഇതൊന്നും പുറത്തല്ല. ഇതൊക്കെ അകത്തെ മനുഷ്യൻ പുഷ്ടി പിടിക്കാന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിൽക്കുകയാണെങ്കിൽ ഈ പുറത്ത് വരുന്ന ഈച്ചകളൊക്കെ ഉണ്ടല്ലോ, അഴുക്ക് ചിന്തകൾ, അന്നേരെ കരിഞ്ഞു പോകും. ദുഷ്ടൻ അന്നേരെ കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ശത്രു അടുക്കത്തില്ല. അപ്പം നമ്മൾ ദ എംപ്റ്റിനെസ് ഈസ് സോൾഡ് ഓൺലി ത്രൂ കമ്മ്യൂണിയൻ. അപ്പം ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണ് കുർബാന, അല്ലെങ്കിൽ കർത്തൃമേശ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുവത്താഴം. ദൈവവും നമ്മളുമായിട്ട് ഒന്നിച്ചിരിക്കുക. കർത്താവ് പറയുന്നുണ്ടല്ലോ, വീഞ്ഞെടുത്ത് വെച്ചു നമ്മൾ എല്ലാവരും കൂടെ കുടിക്കുന്നു. ലാസ്റ്റിലെ കപ്പ് അവിടെ എടുത്ത് വെച്ച് കർത്താവ് പറയുന്നത്, ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഒന്നിച്ച് കഴിക്കുമ്പോഴേ ഇത് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈസ് എക്സ്പെക്റ്റിങ് അസ് എവറി മോമെൻറ്റ് നമ്മൾ യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിപ്പാൻ തയ്യാറാണോ? അപ്പം നമ്മളോട് പറയുന്നത് കൃപ തന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൃപായുഗത്തിലാണ്. ഒരു നദി ഒഴുകുകയാണ് എൻ്റെ മുമ്പിൽ കൂടെ. ആ വെള്ളത്തിനകത്ത് ചാടിയോ രക്ഷപ്പെട്ടു. ഇത് പാടില്ല. ഈ സത്യം അറിയുമ്പം സത്യം നിന്നെ സ്വതന്ത്രമാക്കുന്നു. ഈ സത്യസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിനകത്ത് ജീവനദി ഒഴുകുകയാണ്. അത് വാഷ്ഡ് ഇൻ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. പാട്ടില്ലേ, ആർ യു വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തത്തിലാണോ നീ കഴുകപ്പെട്ടത്? മലയാളത്തിൽ പാടരുത്, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുഞ്ഞാട്ടിൻ്റെ രക്തത്തിലാണ് നീ കുളിക്കേണ്ടത്. അത് കർത്താവിൻ്റെ നെഞ്ചിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്നാണ് പറയുന്നത്. അറിയാമോ? ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ വളരെ വളരെ ലളിതമായിട്ട് ദൈവം വേദപുസ്തകത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിന്. അതുകൊണ്ടാണ് എമ്മോസിലേക്ക് ഇവർ പോകുമ്പോൾ
ഇവർക്ക് യേശു ആരാന്ന് മനസ്സിലായില്ല. 2 ശിഷ്യന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അവർക്ക് മനസ്സിലാകാഞ്ഞപ്പം യേശു ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ മുഖം ഇങ്ങനെ വാടിയത്? അപ്പോൾ അവർ യേശുവിനെക്കുറിച്ചും ക്രൂശിഫിക്കിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു, നീ ഒരാൾ മാത്രമേ അറിഞ്ഞിട്ടില്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റിൽ യേശു ഇവരുടെ കൂടെ നിന്നിട്ട് അപ്പം നുറുക്കിയപ്പോൾ അവരുടെ ഉള്ളിലെ കണ്ണ് തുറന്നിട്ട് അവൻ യേശുവാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിയിൽ റെവലേഷൻ, അതായത് വെളിപ്പാടുണ്ടായി. അതോടുകൂടി അവർക്ക് സംശയം മാറി. പിന്നെ അവിടുന്ന് യേശു പ്രത്യക്ഷപ്പെട്ടു. പിന്നെ യേശു മാറിയെന്ന് പറഞ്ഞു. യേശുവിനെ പിന്നെ അവർ കണ്ടില്ല. ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഓരോ പ്രശ്നത്തിൽ യേശു ക്രിസ്തു വന്നിട്ട് നമുക്ക് അവൻ്റെ റെവലേഷൻ തരും, അതായത് നമുക്ക് അതിൻ്റെ വെളിച്ചം തരും. ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ മാറി നിൽക്കുകയാണ്, മക്കൾ പിന്നെ മിണ്ടാതിരിക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞു, കുറേ ദിവസം എൻ്റെ ഭർത്താവിനോട് മിണ്ടുന്നില്ല. എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, അവൻ മിണ്ടാതിരിക്കുമ്പോൾ നീ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് മതിയോ? ഞാൻ പറഞ്ഞു അത് മതി, നീ വിഷമിക്കണ്ട, അവൻ മിണ്ടിക്കോളും. മനസ്സിലായോ? അപ്പം നീ അങ്ങോട്ട് കഴിച്ചൊന്നും മിണ്ടാഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ആത്മാവിൽ തന്നെ ഇതൊന്നും കള്ളപ്പിശാച് എന്നെ ഇതൊന്നും തൊടത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ബലമകത്ത് വരുമ്പോഴാണ് നമ്മളിൽ വ്യത്യാസം. അപ്പം പിശാച് പേടിക്കും. അപ്പം ദ ബേണിങ് ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മൾ പ്രവർത്തിക്കുന്നതിൽ, നമ്മുടെ വചനം കേൾക്കുന്നതിൽ ഈ തീ കത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ തീ കത്തിയത് കെടരുത് ഒരിക്കലും. നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. അപ്പോൾ എനിക്ക് ഈ രൂപാന്തരം ഉണ്ടാകുന്നത് ഞാനും യേശുവും കൂടെ ചേർന്നത് കൊണ്ടാണ്. അല്ലാതെ എന്ത് രൂപാന്തരം? അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൻ്റെ മൂടുപടം മാറിയ മുഖത്ത് ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയായിട്ട് ഞാൻ മാറുന്നു. എന്തൊരു മനോഹരമല്ലേ അത്! ഈ അൺസർട്ടനിറ്റി മാറിയൊരു കോൺഫിഡൻസ് വരുന്നു. ഫെയിലിയറും ഭയവും അൺബിലീവും എല്ലാ ഡിസ്ട്രാക്ഷനും മാറിയിട്ട് എനിക്കൊരു സ്റ്റെബിലിറ്റി തരികയാണ്. അപ്പം നമുക്ക് ഫെയ്ത്ത് വരുന്നു, പീസ് വരുന്നു, ഒരു ബലം വരുന്നു. നമുക്ക് വിശ്വാസം കിട്ടി, സമാധാനം കിട്ടി, ഒരു ബലം തന്നു. ഈ ബലം എവിടെ നിന്ന് വരുന്നു? ഈ സമാധാനം ഇല്ലാതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലും പറയാൻ പോയി അവൻ്റെ കാലും കൈയും പറിക്കും. കാരണം അവന് ഭയമാണ്. എൻ്റെ കൈയും കാലും പറിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ കൈയും കാലും പറിക്കുന്നില്ല. നമ്മൾ യേശുവിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നമുക്കൊരു ഉൾബലമുണ്ട്. ആർക്ക്? ദൈവത്തോടു കൂടെ നിൽക്കുന്നവർക്ക്. ഈ ഉൾബലമുള്ളവനെ ഒരു ശത്രുവിന് തൊടാനും ഒക്കത്തില്ല. എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ, എത്രമാത്രം നീ ദൈവവചനത്തോട് കൂടെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച വായിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഉള്ള ബലമുണ്ടോ പാടാ പറയാൻ. ഇന്നത്തേന് നീ ഇന്ന് തന്നെ ആത്മാവിൽ ബലപ്പെട്ടേ ഒക്കത്തു. അപ്പം ലവ് ഡ്രിവൺ ഡെഡിക്കേഷൻ, ലവ് ഡ്രിവൺ ഒബീഡിയൻസ് പ്രൊഡ്യൂസസ് ഡിലൈറ്റ്. അതാണ് ഈ സ്നേഹത്തിൽ കൂടെ നമ്മൾ ദൈവത്തിനെ അനുസരിക്കുമ്പോൾ അതൊരു സന്തോഷം. അതിപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? എക്സാമ്പിൾ, ഭാര്യ ഭർത്താവ്, എനിക്കൊരു കപ്പിളിനെ അറിയാം. അപ്പോൾ ഭർത്താവ് എന്തെങ്കിലും പറയാം, ഭാര്യ ചിരിച്ചുകൊണ്ട് അത് ചെയ്യും. അവരുടെ ചിരിയും അവരുടെ എന്ത് ചെറിയ കാര്യമോ വലുതാ, അവരുടെ ചിരി കാണുമ്പം എന്തൊരു സന്തോഷത്തോടെ. അപ്പോൾ ഞാൻ പറയുമായിരിക്കും എന്തൊരു സ്നേഹത്തോടെ അവർ ചെയ്യുന്നത്. ആ ചെയ്യുന്നതിലുള്ള സന്തോഷം ആർക്കൊരു നന്മയാണെന്ന് അവർക്ക് ഉറക്കം പറ്റില്ല. അത് ചെയ്തേ ഒക്കത്തുള്ളൂ. ഭർത്താവ് കൂടെ നിൽക്കും. അപ്പോൾ ആ യോജിപ്പ് കണ്ട യോജിപ്പ്. അപ്പോൾ ഈ ലവ് ഡ്രിവൺ ഒബീഡിയൻസ് പ്രൊഡ്യൂസസ് ഡിലൈറ്റ്. റൈച്ചസ്നെസ് ഈസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. അവർ ഐഡൻറ്റിറ്റി ഈസ് ആങ്കേർഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലായി, എല്ലാം അങ്ങ് ക്രിസ്തുവിലായി. അതാണ് റിസ്റ്റോറേഷൻ. എനിക്ക് നഷ്ടപ്പെട്ട ഏദൻ തോട്ടം തിരിച്ചു കിട്ടി. ഞാനും അപ്പനുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം കുരിശിൽ കൂടാണ് നേടുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഗാർഡൻ റിലേഷൻഷിപ്പ്. ഞാനിപ്പോൾ ഏദൻ തോട്ടത്തിലാണ്. ആ റിലേഷൻഷിപ്പ് ഈസ് ഗാർഡൻ റിലേഷൻഷിപ്പ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്റ്റ് റെപ്രസെൻറ്റ് ദ ട്രൂ ലൈഫ്. അതായത് ക്രിസ്തുവാണ്. ഹീ ബിക്കെയിം മൈ അൾട്ടിമേറ്റ് വിക്ടറി. ദ റിസൺ ക്രൈസ്റ്റ് ഈസ് ഇൻവൈറ്റിംഗ് അസ് ഫോർ ദ ഗാർഡൻ റിലേഷൻഷിപ്പ്. വാ മോളെ എൻ്റെ കൂടെ. നമ്മളെത്ര പേര് ആ തോട്ടത്തിനകത്ത് കയറി അവിടെ ഒരു ഊഞ്ഞാൽ കിടക്കും. ഒത്തിരി ഊഞ്ഞാലുണ്ട്. ആരെങ്കിലും ആ ഊഞ്ഞാലിൽ ഇരുന്നിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് ഇരുന്ന് കൊടുത്തിട്ടുണ്ടോ യേശു നമ്മളെ ഒന്ന് തള്ളാൻ? ഇല്ല. അപ്പോൾ ഈ റിസറക്ഷൻ എന്ന് പറയുന്നത് പ്രകൃതിക്ക് പോലും ഭയമായ കാര്യമാണ്. അപ്പം നമ്മളോട് പറയുന്നത് ഗ്രേസ് ഓപ്പറേറ്റ്സ് ഹിയർ, കിങ്ഡം ഇസ് റിവീൽഡ്, വി ആർ എബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, ഡിവൈൻ കണക്ഷൻ കിട്ടി. എന്നിട്ട് നമ്മൾക്കുള്ള ബലം ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവാന്ന് മുന്തിരിയിൽ നിന്ന് കിട്ടുന്നു. നമുക്ക് വിക്ടറി ഫ്ലോസ് ത്രൂ ദ യൂണിയൻ. ഞാനെന്ത് ഇങ്ങോട്ട് ഒന്നായതിനാൽ എൻ്റെ ജീവിതത്തിൽ ജയം ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു. ഇത് സത്യങ്ങളാണ്. അതാണ് ഏദൻ തോട്ടത്തിൻ്റെ ജീവിതം. അത് നമുക്ക് ദൈവം ഈ ട്രീ ഓഫ് ലൈഫിൻ്റെ നോളജാണ്. ഇത് വളരെ ആഴമേറിയ ഒരു ക്ലാസ്സാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിലേക്ക് കൊണ്ട് നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും,
ഏദൻ തോട്ടത്തിൽ ഞങ്ങൾ പാപം ചെയ്ത് ദൈവത്തെ അനുസരിക്കാഞ്ഞതിനാൽ നന്മതിന്മയുടെ വൃക്ഷത്തെ മതി, ജീവവൃക്ഷമാകുന്ന ക്രിസ്തുവിനെ വേണ്ട എന്ന് തീരുമാനമെടുത്തതിനാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതോടെ ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ, പിന്നെ സ്വന്തം കഴിവിൽ എൻലൈറ്റഡ് ലൈഫാന്ന് പറയും. പിശാച് പറയും ദൈവം ഇല്ലാത്ത എൻലൈറ്റ്മെൻറ്റിന്, അതാണ് ഉള്ളത്, വേണ്ടാത്ത കള്ളു കുടിക്കും, ഡ്രിങ്ക്സിനും ദുഷ്ടതയ്ക്കും ഒക്കെ പോകുന്നു. അതാണ് ഡിലൈറ്റായി മാറി. സത്യദൈവം ഇല്ലാത്തടത്ത് മ്ലേച്ഛതയുടെ ആത്മാ കളിക്കുന്നു. ഒന്നുകിൽ സത്യദൈവത്തെ നിൽക്കണം, അല്ലെങ്കിൽ പിശാചിന്. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു തലമില്ല. സ്വാർത്ഥതയെന്ന് പറയുന്ന പിശാചാണ് ഇട്ട് തരുന്നത്. നമ്മളിൽ ക്രിസ്തു വരുമ്പോൾ നമ്മൾ സ്വാർത്ഥരല്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു പ്രയോജനമായി മാറുകയാണ്. അതൊക്കെ ഈ ജീവവൃക്ഷത്തിൻ്റെ പ്രയോജനം. ഒരു വൃക്ഷം അതിൻ്റെ ഫലം തന്നെത്താനെ കഴിക്കുന്നില്ല, അത് മറ്റുള്ളവരാണ് അനുഭവിക്കുന്നത്. അങ്ങനെയാണ് ക്രിസ്തുവും ചെയ്ത് കാണിച്ചത്. ഇതൊക്കെ ജീവിതത്തിൽ എത്ര വ്യക്തമായിട്ട് വരച്ച് കാണിച്ചിട്ടും മനസ്സിലാകാത്ത എന്താ? ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, ഞങ്ങളുടെ കൂടെയുള്ളവരുടെ, പ്രാർത്ഥിക്കുന്നവരുടെ, സമൂഹത്തിൻ്റെ, ചേർച്ചിൻ്റെ, സഭകളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. തുറക്കാൻ നീ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. നമ്മൾ സങ്കടത്തോടെ നിൻ്റെ മുമ്പിൽ പറയുകയാണ്, ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് നീ ആരെന്ന് മനസ്സിലാക്കിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ, സംസാരത്തിലെ, പ്രവൃത്തിയിൽ നിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ആ ഒരു പ്രസരിപ്പ് വന്നെങ്കിൽ മറ്റുള്ളവർക്ക്, നീ ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളുടെ മക്കളെ കാണുന്നവർ, ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുവാൻ അവരുടെ മേൽ ജീവവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ജീവൻ്റെ ആത്മാവിനോടുള്ള സ്നേഹം, ദൈവത്തെ അറിയണം എന്നുള്ള വാഞ്ച, കർത്താവിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഇട്ട് കൊടുക്കണമേ. നാഥൻ അങ്ങനെ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.